ഇന്ന് കറി വെക്കാൻ പോകുന്നത് കോവലിൻ്റെ ഇലയാണേ. ഇതുണ്ട് കോവലിൻ്റെ തളിരില, വള്ളി വീശുന്ന വള്ളിയും അതിൻ്റെ ഇങ്ങനെ വളരെ തളിരുള്ള ഇലയും കൂടി എടുത്തിട്ടാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും എളുപ്പമായിട്ടുള്ള ഇലകൾ ഇതെല്ലാം നോക്കി ഇതിനകത്ത് എന്തെങ്കിലും ഉറുമ്പോ ചാഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്ത് അരിയാവേ. ഇലയും നണ്ടും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കോവലിന് ഇങ്ങനെ നാമ്പ് വരുമ്പം കോവലിൻ്റെ നാമ്പെന്ന് പറയുന്ന ഇങ്ങനെ നുള്ളി വിടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ എകരങ്ങളായിട്ട് ഇങ്ങനെ വന്നോളും, നല്ലപോലെ പടർന്നോളും. പയറിൻ്റെ അങ്ങനെ തന്നെ, പയറിൻ്റെ നാമ്പ് നുള്ളിക്കളയണം, അതുപോലെ തന്നെ കോവലിൻ്റെ. ഇനി ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. ഇത് അരിയുന്ന സമയം കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇല അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഉള്ളിയും കൂടി അരിഞ്ഞിടാം. 2 പച്ചമുളകാണ് എടുത്തേക്കുന്ന, എരിവുള്ളതാണ്. അതും ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിടാം. ഉള്ളിയും മുളകും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ ഇടാം. ഒരു പിടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തോട്ടിടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഇലയും തേങ്ങയും എല്ലാം കൂടി തിരുമ്മി വെച്ചിരിക്കുന്നതിനകത്തേക്കിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തുറന്ന് ഇളക്കുവാണ്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമയം ഒന്നും ഒട്ടുമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോവൽ തണ്ടിൻ്റെ തോരൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായോ?